ജ്യോതിഷാലയത്തിൽ ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയം കുട്ടു. രാഹു കേതുക്കളോട് രാശിമാറ്റം ഈ മാസം, അതായത് കുംഭമാസം, മലയാള മാസം കുംഭമാസം, അതേ സമയത്ത് ഇംഗ്ലീഷ് വർഷം മാർച്ച് മാസത്തിൽ മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ കർക്കിടക രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള രാഹു മിഥുനത്തിലേക്കും മകരൻ രാശിയിലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കേതു ധനുരാശിയിലേക്കുമാണ് രാശി മാറുന്നത്. 1194 കുംഭമാസം 22-ാം തീയതി ബുധനാഴ്ച ദിവസം 27 നാഴികയും അസ്തമയത്തിന് ശേഷം 27 നാഴികയും 17 വിനാഴികയും ചെല്ലുന്ന ഒരു സമയത്താണ് ഈ രാശി മാറ്റം സംഭവിക്കുന്നത്. അതായത് 2019 മാർച്ച് മാസം 7-ാം തീയതി ഏകദേശം അസ്തമയത്തിന് മുൻപ് ഏകദേശം ഒരു 5:30 ആണ് ഈ രാശി മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഈ രാശി മാറ്റത്തിൽ പൊതുവെ രാഹു കേതുക്കൾ ഗ്രഹങ്ങളിൽ പെട്ടവയാണെങ്കിലും നിഴൽ ഗ്രഹങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കി വരുന്നത്. ആ നിഴൽ ഗ്രഹങ്ങളായി കണക്കാക്കി വരുന്ന രാഹുകേതുക്കളുടെ രാശി മാറ്റം ഏകദേശം 1.5 വർഷം കൂടുന്ന സമയത്താണ് രാശി മാറുന്നത്. ആ രാശിമാറ്റത്തിൽ മറ്റുള്ള ഗ്രഹങ്ങളോടെ പോലെ ചാരവശാൽ ഉള്ള ഒരു സഞ്ചാരം പൊതുവെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ജാതകത്തിൽ അവരുടെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും വളരെ വ്യക്തമായി അനുഭവത്തിൽ എല്ലാവർക്കും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചാരവശാൽ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശ ഫലങ്ങൾ എങ്ങനെയെല്ലാം ഓരോ രാശിക്കാർക്കും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ തിരുവോണ അവിട്ടം എന്ന മകരക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ സ്ഥിതിയിൽ ഇതുവരെ ജന്മത്തിലും 7-ലും ഉണ്ടായിരുന്ന രാഹുകേതുക്കൾ ഇപ്പോൾ രാഹു 6-ാം ഭാവത്തിലേക്കും കേതു 12-ാം ഭാവത്തിലേക്കുമാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് ജന്മത്തിൽ ഉണ്ടായിരുന്ന കേതുവും 7-ലുണ്ടായിരുന്ന രാഹുവും അത്ര ഉചിതമായിരുന്നില്ല. അതിപ്പോൾ 6-ാം ഭാവത്തിലേക്ക് വരുന്നത് ഉചിതം തന്നെയാണ്. അതായത് 7-ലും ജന്മത്തിൽ നിന്നതിനേക്കാൾ ഉചിതമാണ് 6-ാം ഭാവത്തിലും 2-ാം ഭാവത്തിലും രാഹുകേതുക്കൾ. പൊതുവെ രാഹു 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ഉചിതമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് ഏകദേശം 20 വയസ്സിന് ശേഷം 38 വയസ്സ് വരെയുള്ള ഏകദേശം കാലഘട്ടങ്ങളിൽ രാഹുദശ നടക്കുന്ന ഒരു സമയമാണ്. ആ രാഹുദശ ജാതകത്തിൽ ചിലപ്പോൾ അനുകൂലമല്ലാത്ത സ്ഥിതിയാണെങ്കിൽ ആ ചാരവശാൽ 6-ൽ സഞ്ചരിക്കുന്നത് കാരണം കൊണ്ട് ആ രാഹുദശയിൽ ചെറിയൊരു മാറ്റത്തിന് സാധ്യതയെല്ലാം ഉണ്ട്, ഗുണാനുഭവങ്ങൾ കിട്ടും. അതേ സമയത്തിൽ ജാതകത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന രാഹു ആണെങ്കിൽ ചാരവശാൽ 6-ൽ വരുന്നത് കൊണ്ട് കുറച്ച് അനുഭവ ഫലങ്ങൾ കൂടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൊതുവെ ഇവർക്ക് എന്തെങ്കിലും ത്വക്ക് സംബന്ധമായിട്ടോ അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് അതിന് ശമനം കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധർമ്മദൈവ പ്രീതി പൊതുവെ ഇവർക്ക് കൈകൊള്ളുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മകരക്കൂറുകാർക്ക് നാഗദേവത പ്രതിഷ്ഠിതമായിട്ടുള്ള ധർമ്മദൈവങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിൽ നിന്നും മനസ്സുഖവും സന്താനങ്ങൾ വഴിയുള്ള സമാധാനങ്ങളും ലഭിക്കുവാനും ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് അനുഭൂതിയും കിട്ടുന്നതാണ്. അതേസമയത്ത് വിവാഹാദി കർമ്മങ്ങൾ രാഹു കാരണം കൊണ്ട് വിവാഹാദി കർമ്മങ്ങൾ മുടങ്ങിപ്പോയതുണ്ടെങ്കിൽ അതെല്ലാം മാറി അനുകൂല ഭാവത്തിൽ വരികയും സന്താന യോഗങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന യോഗം കൈവരിക്കുവാനുള്ള സാധ്യതയും ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട് ഈ രാഹുകേതുക്കളുടെ മാറ്റത്തോടു കൂടിയിട്ട്. അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ അലോസരപരമായിട്ടുള്ള ഇടപെടലുകളും വിവാഹ ബന്ധങ്ങൾ വേർപെടേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളും നിലനിൽക്കുന്നത് ഉണ്ടെങ്കിൽ അതും മാറി അത് പഴയ ലെവലിലേക്ക് വന്ന് വീണ്ടും ഐക്യതയോടുകൂടി വരുവാനുള്ള സാധ്യതയും ഈ മകരക്കൂറുകാർക്കുണ്ട്. തിരുവോണ നക്ഷത്രക്കാർക്കാണെങ്കിൽ ഏകദേശം 35 വയസ്സിന് ശേഷം, അതായത്
ചന്ദ്രൻ 7 12 7 19 7 12 10 22 30 വയസ്സുകാരുടെ കാര്യമുള്ള ഒരു സമയങ്ങളിൽ ഇവർക്ക് രാഹുൽ ദശാകാലമാണ്. ആ രാഹുൽ ദശാകാലങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ലെവലിൽ തന്നെയാണ് പറയാനുള്ളത്. അനുകൂലപരമായിട്ടുള്ള ജാതകത്തിൽ അനുകൂലപരമായിട്ടുള്ള സ്ഥിതിയാണെങ്കിൽ അത് കുറച്ച് കൂടുവാനും, വിപരീത ഫലമാണെങ്കിൽ അതിന്റെ സാന്ത്വനം കുറച്ച് കുറയുവാനുമുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അവിട്ട നക്ഷത്രത്തിലാണെങ്കിൽ ഏകദേശം 21 വയസ്സ് തൊട്ട് തന്നെ ഇവർക്ക് രാഹുദശ ഉള്ളതാണ്. 21 വയസ്സ് വരെ രാഹുദശ ഉള്ളതാണ്. ആ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളായിരിക്കും ഇവർക്കുള്ളത്. അപ്പോൾ അവർക്കും ഇതുപോലെ അനുകൂലപരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നതാണ് മകരക്കൂറുകാർക്ക്.